ഹലോ, എൻ്റെ പുതിയൊരു വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതൊരു ട്രിപ്പ് വ്ളോഗാണ് കേട്ടോ. ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പോയിട്ടുള്ളൊരു ട്രിപ്പായിരുന്നു. എന്നുവെച്ചാൽ ഞാനും അച്ഛനും അമ്മയും ഒട്ടും പ്ലാൻ ഇല്ലാതെ പോയതായിരുന്നു ഇത്. പക്ഷേ ചേച്ചിയും ഏട്ടനും ഉണ്ണിയും പോകണം എന്ന് പ്ലാൻ ചെയ്തൊരു ട്രിപ്പായിരുന്നു. എന്നുവെച്ചാൽ ഏട്ടൻ 10 ദിവസം ലീവിന് വന്നപ്പോൾ ഇവർ എങ്ങടെയെങ്കിലും പോകണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പോകണമെന്ന് രാവിലെയാണ് ഞങ്ങളും കൂടി ആ ട്രിപ്പിൽ ഇൻക്ലൂഡ് ആയത് കേട്ടോ. അപ്പം നമ്മൾ കോഴിക്കോടുള്ള കക്കാടാംപൊയിലാണ് പോയത്. ഇത് പോണ വഴി നമ്മൾ കോഴിക്കോടൊക്കെ എത്താറാകുമ്പോൾ ഒരു ജാനകീസ് കിച്ചൺ എന്ന് പറഞ്ഞ ഒരു കിച്ചണിൽ ഇറങ്ങി ഫുഡൊക്കെ കഴിച്ചു. നൈസ് ഫുഡായിരുന്നു കേട്ടോ. ഞങ്ങൾ നോർമൽ സാധാ ചോറും അതൊക്കെയാണ് കഴിച്ചത്. പിന്നെ ഈ സ്ഥലം എന്ന് പറയണത് ഭയങ്കര അത്ര ഫേമസ് ഒന്നുമില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് ഫേമസ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. ഞങ്ങളവിടെ എത്താറായപ്പോൾ തന്നെ 2-3 ചുരമൊക്കെ കയറാനുണ്ടായിരുന്നു. ചുരമൊക്കെ കയറി കഴിഞ്ഞപ്പോൾ പിന്നെ ഫുൾ ഫോഗാണ് കേട്ടോ. ഭയങ്കര കോടമഞ്ഞ്. ഞാൻ മൂന്നാറിൽ പോയിട്ടടക്കം ഇത്ര അടുത്ത് കോടമഞ്ഞ് കണ്ടിട്ടില്ല. ഇനി അങ്ങോട്ട് പോകുന്തോറൊക്കെ ഭയങ്കര ഇതാണ്. പോണ വഴിയിൽ ഞങ്ങൾ മാംഗോസ്റ്റീനൊക്കെ വാങ്ങി. എന്നുവെച്ചാൽ അവിടെയുള്ള വീടുകളിൽ തന്നെ മാംഗോസ്റ്റീനൊക്കെ ഉണ്ടാവുന്നുണ്ട്. അത് തന്നെയാണ് അവിടെ വിൽക്കാനും വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഫ്രൂട്ടാണ് ഇത്. ഭയങ്കര സീസണലായിട്ട് കിട്ടണതാണ്. എപ്പോഴും അങ്ങനെ കിട്ടാറില്ല ഈ ഒരു ഫ്രൂട്ട്. പിന്നെ ഞങ്ങൾ അവിടെ എത്തി. റിസോർട്ടിലേക്ക് ഒരു 2 കിലോമീറ്റർ അവരുടെ വണ്ടിയിലാണ് പോകാൻ പറ്റുള്ളൂ കേട്ടോ. നമ്മുടെ ഭയങ്കര ഓഫ് റോഡ് പറഞ്ഞാൽ ഭയങ്കര ഓഫ് റോഡാണ്. നമ്മുടെ വണ്ടിയൊന്നും പോവില്ല. ഇതായിരുന്നു മക്കളെ അവിടെ ചെന്നപ്പോഴുള്ള അവസ്ഥ എന്ന് പറയണത്. എന്നുവെച്ചാൽ ഫുൾ ഫോഗ്. അപ്പുറത്ത് എന്താണെന്നുള്ളത് കാണാനും കൂടിയില്ല. ഞാൻ ശരിക്കും കണ്ടത് പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴാണ്. ജസ്റ്റ് ഒന്നിങ്ങനെ കോട പോകുമ്പോൾ കുറച്ച് നേരം കാണാൻ പറ്റും, ഒരു 4-5 സെക്കൻഡ്. അല്ലെങ്കിൽ അത് കഴിഞ്ഞാൽ പിന്നെയും കോട വരും. അങ്ങനെ ഇരുന്നിട്ടാ. പിന്നെ ഞങ്ങൾക്ക് പറ്റിയത് എന്താ വെച്ചാൽ ഞങ്ങൾ ചെന്ന സമയത്ത് ഞങ്ങൾ ഇവിടുന്ന് പോകുമ്പോൾ ഒന്നും ഇത്ര മഴയൊന്നും ഉണ്ടാകുന്നില്ല. അവിടെ ചെന്നപ്പോൾ മഴയും കാറ്റും വെച്ചാൽ ഏറ്റവും ടോപ്പിലാണ് ഈ റിസോർട്ട്. ആ മലയുടെ ഏറ്റവും ടോപ്പിലാണ് റിസോർട്ട്. അപ്പോൾ ഭയങ്കര കാറ്റും മഴ ഇടയ്ക്ക് പെയ്യും നിൽക്കും അങ്ങനെ ഇരുന്നു. ചില സമയത്തേക്ക് കുറച്ച് പേടിയൊക്കെ മനസ്സിലിങ്ങനെ വന്നു കേട്ടോ. കാരണം നമുക്ക് ഈ ചൂരൽമലയുടെയും ഒക്കെ ചിത്രങ്ങളും എല്ലാം നമ്മുടെ മനസ്സിലുള്ള കാരണം ചില സമയത്ത് ഇങ്ങനെ നല്ല ശക്തിയായിട്ട് കാറ്റ് വീശുന്നുണ്ട്. ലൈഫിൽ ആദ്യമായിട്ടാണ് ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഇത് കണ്ടാലും അറിയാം, എൻ്റെ മുടിയൊക്കെ വല്ല സ്പേസിലെത്തിയ പോലെ മുകളിലേക്കാണ് പറഞ്ഞത്. അങ്ങനെ കാറ്റായിരുന്നു. അപ്പോൾ ചില സമയത്തൊക്കെ ഭയങ്കരമായിട്ട് പേടിയായി. പക്ഷേ നല്ലൊരു എന്താ പറയുക, ഈ കോട കാറ്റും മഴയില്ലെങ്കിൽ ഈ കോട മാത്രമാണെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് നല്ല ഹാപ്പിയായി, മീൻസ് നന്നായി എക്സ്പ്ലോർ ചെയ്യാൻ, നല്ല ആസ്വദിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് കേട്ടോ. നല്ലൊരു റിസോർട്ടുമാണ്. അങ്ങനെ അന്ന് പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കിടന്നുറങ്ങി. പിന്നെ പിറ്റേ ദിവസമാണ് ശരിക്കും നമുക്ക് അവിടുത്തെ ഒരു ബ്യൂട്ടി ആസ്വദിക്കാൻ വേണ്ടി പറ്റിയത് കേട്ടോ. നല്ലപോലെ കാണാനൊക്കെ പറ്റിയത്. ഈ കോട അടിച്ചടിച്ച് നമ്മുടെ റൂമിലേക്ക് അടക്കം ഇങ്ങനെ വെള്ളം, ഇങ്ങനെ മിസ്റ്റ് ഉണ്ടല്ലോ വന്നിട്ട് ഇങ്ങനെ ഫുൾ നനഞ്ഞ് ഈർപ്പായി നിൽക്കണ ഒരു ഇതുണ്ടായിരുന്നു. എൻ്റെ മുടിയൊക്കെ കിടന്ന് പാറുകയാണ്, ഒരു സ്ഥലത്ത് നിൽക്കണില്ല. അപ്പോൾ ഞങ്ങൾ പോണ വഴിയിൽ തന്നെ ഒരു 4-5 റെയിൻ കോട്ടൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. എന്തായാലും മഴ സീസണാണല്ലോ, സോ ആവശ്യം വരും എന്നുള്ളതുകൊണ്ട്. അതിരേനെ നമ്മൾ നിലത്തിറക്കിയിരുന്നില്ല, കാരണം ചെറുതായിട്ട് ഇങ്ങനെ വെള്ളമുള്ള കാരണം ഇവൻ 2-3 വട്ടം തന്നെ ഇങ്ങനെ വഴുക്കി വീണു, 2 വട്ടമൊക്കെ. പിന്നെ നമുക്ക് പേടിയായി. പിന്നെ അവനെ മൊത്തം എടുത്ത് നടക്കുമായിരുന്നു. അങ്ങനെ ഇവിടെ ഇതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഫുഡ് കഴിക്കണ സ്ഥലമാണ് കേട്ടോ. അവിടെ പോയിട്ട് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നല്ല എന്താ പറയുക, നല്ല ഇൻസ്റ്റാഗ്രാമബിളാണെന്ന് പറയാം. നല്ല റീൽസൊക്കെ എടുക്കാൻ പറ്റുന്ന ഒരു അറ്റ്മോസ്ഫിയറായിട്ട് എനിക്ക് തോന്നിയിട്ടാ. പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് വേഗം തന്നെ കിടന്നുറങ്ങി. എന്താ ദൈവമേ നേരെ വെളുത്താൽ മതി അങ്ങനെയൊക്കെ ഒരു തോന്നൽ വന്നു. ചില സമയത്ത് നല്ലൊരു ഭയം വന്നു. ഇതാണ് ശരിക്കുള്ള അവിടുത്തെ, ഇതിൻ്റെ ഫ്രണ്ടിലേക്കുള്ള വ്യൂ എന്ന് പറയുന്നത് ഭയങ്കര ഭംഗിയാണ്. ഇതിൻ്റെ താഴത്തൊക്കെ വീടുകളൊക്കെ ഉണ്ട്. എങ്ങനെയാണ് ഇവർ അവിടെയൊക്കെ താമസിക്കണമെന്ന് ഇടയ്ക്ക് എനിക്ക് തോന്നിപ്പോയി. കാരണം ഇത്രയും മഞ്ഞ് കോട ഇങ്ങനെ ഈ ഒരു മലയുടെ അടിവാരത്തിലൊക്കെ 2-3 വീടുകളൊക്കെ ഉണ്ട്. അതൊക്കെ എങ്ങനെ അവർ ഇവിടെ നിൽക്കണമെന്ന് തോന്നി. ഇതായിരുന്നു കേട്ടോ കോട ഒന്ന് മാറിക്കഴിയുമ്പോഴുള്ള ഒരു നമ്മുടെ ആ റിസോർട്ടിൻ്റെ ഫ്രണ്ടിലേക്കുള്ള വ്യൂ ഇതായിരുന്നു.
അത്രയും ടോപ്പിലാണ് കേട്ടോ. നിർവാണ എന്ന് പറഞ്ഞുള്ള ഒരു റിസോർട്ടിലേക്കാണ് നമ്മൾ പോയത്, അത് നിൽക്കണത്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിലുള്ള വ്യൂ അതാണ്. പിന്നെ പിറ്റേ ദിവസം രാവിലെ ഇപ്പം തന്നെ നമ്മളൊരു 10 മണിയൊക്കെ ആകുമ്പോൾ ഇറങ്ങി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമ്മളവിടെ നിന്ന് പോന്നു കേട്ടോ. പിറ്റേ ദിവസം ആയപ്പോൾ മഴയ്ക്കൊക്കെ ഒരു കുറവുണ്ടായി, പിന്നെ കോട മാത്രമായി. അപ്പോൾ അത് കാണാൻ നല്ല ഭംഗി. ഞങ്ങൾ പോണ വഴിയിലൊക്കെ ട്രക്കിങ്ങിനൊക്കെ വേണ്ടി ആൾക്കാർ വരുന്നുണ്ടായിരുന്നു, റെയിൻ കോട്ടൊക്കെ ഇട്ടിട്ട്. പിള്ളേരാണ് കൂടുതലും കേട്ടോ. ട്രക്കിങ് വന്ന് മലയുടെ മുകളിൽ ഓരോ സ്ഥലത്തും ഇങ്ങനെ കയറി നിൽക്കണതൊക്കെ കണ്ടു. ഇത്രയും ഓഫ് റോഡായിരുന്നു കേട്ടോ, ഭയങ്കര കുണ്ടും കുഴിയായിട്ടുള്ളതായിരുന്നു. അപ്പോൾ നമ്മുടെ കാറൊന്നും ആ റിസോർട്ടിലേക്ക് പോവില്ല. ഇവരുടെ ഒരു ജീപ്പ് പോലത്തെ അങ്ങനത്തെ വണ്ടിയുണ്ട്, ആ വണ്ടി മാത്രമാണ് അങ്ങോട്ട് കയറുള്ളൂ. പിന്നെ ഇവിടെയൊക്കെ ഇങ്ങനെ ഓടിക്കണമെങ്കിൽ അത്യാവശ്യം സ്കില്ലും വേണമെന്ന് എനിക്ക് തോന്നിയിട്ടാ. വെച്ചാൽ ഭയങ്കര ഡേഞ്ചറസ് ആണെന്ന് പറയാം. അപ്പോൾ ഇങ്ങനെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമുക്കൊരു ട്രിപ്പ് ഉണ്ടായി. അപ്പം ആരെങ്കിലും ഇങ്ങനത്തെ സ്ഥലത്തേക്കൊക്കെ പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ മഴ ഇല്ലാത്ത സമയം സെലക്ട് ചെയ്തോട്ടെ. വെച്ചാൽ ഡിസംബർ, ഇപ്പോൾ കക്കാടാമ്പോയിലൊക്കെ പോവുകയാണെങ്കിൽ നവംബർ, ഡിസംബർ, ജനുവരി ഒക്കെ പോവുകയെങ്കിൽ നല്ല രസമാവും. കാരണം നല്ല മഞ്ഞ് കിട്ടും, നല്ല കോട ഉണ്ടാവും, പിന്നെ മഴയൊന്നും ഉണ്ടാവില്ലല്ലോ, തണുപ്പിൻ്റെ ഒരു ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ. അതൊക്കെ പിന്നെ നമുക്ക് എങ്ങനെയും സർവൈവ് ചെയ്യാം. പിന്നെ ഇങ്ങനെയാണ് കേട്ടോ അവിടുത്തെ ഒരു ലാൻഡ്സ്കേപ്പ്. ഈ കോഴിക്കോട് ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടെന്ന്, കോഴിക്കോട് എന്ന് പറയുമ്പോൾ നമുക്ക് ബീച്ചൊക്കെയാണ് നമ്മുടെ മനസ്സിൽ വരിക. പക്ഷേ കോഴിക്കോട് ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ട്, അതിപ്പോൾ അവിടെ ചെന്ന് എക്സ്പ്ലോർ ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സായിട്ടും ഫാമിലി ആയിട്ടും ഒക്കെ പോയി സ്റ്റേ ചെയ്യാൻ പറ്റിയൊരു സ്ഥലം തന്നെയാണ്. പിന്നെ മഴ സമയത്ത് പോവാതിരിക്കുക, അത്രേ ഉള്ളൂ. അപ്പം നമുക്ക് അത്ര റിസ്ക് എടുക്കണ്ടല്ലോ, റിസ്ക് ഒഴിവാക്കാമെന്ന് മാത്രം. പിന്നെ ഞങ്ങൾ ഇറങ്ങി പിറ്റേ ദിവസം ആകുമ്പോൾ. അപ്പോൾ ഓക്കെ, ബൈ.